വന്ദനം, നമസ്തേ, നമസ്കാർ. കൊച്ചിൻഡാപ്രി റെഡി സാർ. എടുക്കടാ കുമ്പളങ്ങ. ഒന്ന് എന്താടാ ഇത്? കുങ്കുമവാ. സത്യം പറ, ഇതെന്റെ രക്തമല്ലേ? അതെ സാറേ. കുമ്പളങ്ങക്കുള്ളിൽ എന്താടാ വെച്ച്? ചില്ലറ വെച്ച ചെതറാൻ വേണ്ടിട്ട് ഗുണ്ടുള്ളിൽ വെച്ചാ സാറേ. എടാ ദ്രോഹി, ഭാഷ പോലെ ഒരു ഹെവി ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും എന്റെ മണ്ട പഞ്ചറാക്കിയില്ലടാ. എന്താ ഇവിടെ പ്രശ്നം? nothing. എന്താ ഇത്? കാർ മൂടിയിട്ടിരിക്കുന്നത്? നമ്പർ എത്ര? 9884077767. കാർ നമ്പർ ചോദിച്ചാൽ സെൽ നമ്പർ പറയണോ? അപ്പൊ നീ റേസർ അല്ലേ? അതെന്റെ ഫ്രണ്ട് ഓൺ ദ വേ അവൻ വന്നുകൊണ്ടിരിക്കുന്നു. ഡ്രസ് ഇട്ടിട്ട് വരുന്നു പറഞ്ഞാൽ അങ്ങനെ അടുത്ത 15 മിനിറ്റുള്ള എല്ലാം ക്ലിയർ ചെയ്ത് റെഡിയായി വരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ഔട്ട്. സാർ അവൻ വരുവോ? അവനെ പറ്റി നിനക്ക് അറിയില്ലടാ. എപ്പോ വരുമെന്ന് നമ്മുടെ BP എല്ലാം കൂട്ടുമെന്ന്. എന്നാൽ ഡമാമ്പ് പൊട്ടിത്തെറിച്ചു വരുമടാ. എടോ, റിപ്പയർ ചെയ്യുന്നതിന് എത്ര ദിവസം വേണമെന്നാ പറഞ്ഞേ? ഇപ്പൊ കണ്ടല്ലോ ഇവൻ ചെയ്തത്. പെട്ടെന്ന് ചെയ്തല്ലോ. ഹലോ, തുറക്കൂ സീസെ കുൽജ സിംസ് എന്നൊക്കെ പറഞ്ഞാലൊന്നും നടക്കില്ല. ഇറങ്ങി ജോലി ചെയ്യണം, അതും സന്തോഷത്തോടെ ചെയ്യുന്നതെന്ന് വെച്ചു. റോക്കറ്റ് വിടുന്ന പോലെ ഈസിയാ. പോയി ബാക്കി ജോലിയൊക്കെ ചെയ്യപ്പോ. കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ തീർത്തേക്കാം ഞാൻ. ഇവനാ കഴിഞ്ഞ വർഷം ജയിച്ച സാറേ. കറുപ്പ് താ എനക്ക് മുടിച്ച കളറ്. കറുപ്പ് കണ്ടോടാ? എങ്ങനെ ജിമ്മിൽ പോയി ബോഡി ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കണെന്ന് നോക്ക്. കുലുക്കം ഓവറല്ലടാ. എന്താടാ മൂടിയിരിക്കുന്നേ? കാറിന് കുളിരുന്നോ? എന്റെ പ്രോപ്പർട്ടിയിൽ ടച്ച് ചെയ്യാതെ ചെയ്താൽ അപ്പൊ നിന്റെ പ്രോപ്പർട്ടിയിൽ ഞാനും ടച്ച് ചെയ്യും. അറിയില്ലേ? പോടാ. നിങ്ങൾ പോണം മാഡം. എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ലുക്ക് തന്നെയാ. Just 5 more minutes to start the race. റേസ് കഴിച്ചാൽ പൈൽസ് വരുമോ? പുതിയ അറിവാണല്ലോ. ഹലോ, 5 നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും റെഡിയാവണം, അല്ലെങ്കിൽ വെളിയിൽ പോണം. ആപത്ത് ആരംഭിച്ചല്ലോടാ. എടുക്കടാ മൊബൈല്, വിളിക്കടാ വേണുവിനെ. ഹലോ വേണു, 5 മിനിറ്റിനുള്ളിൽ റേസ് തുടങ്ങും. ഒരു ചെറിയ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്തു, ഇപ്പം വരാം. വേഗം പാടാ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. പായസം നേട്ടാ. എന്താ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ശിവദാസൻ സാറിന്റെ പിറന്നാളാ, ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയില്ലടാ. അദ്ദേഹം എല്ലാവർക്കും വാരി വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 ഒന്നിന് 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലിയൊക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ല മോനെ. ഞങ്ങളെ എല്ലാം റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. നിങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ, ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന് ടൈമായി, ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം. ജയിച്ച് വലിയ ആളായിട്ട് വരണം, എന്നാലേ കടവെല്ലാം തീർക്കാൻ പറ്റൂ. ചേച്ചി, എന്തോ ചേച്ചി നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് 1 മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ? അടി. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടമാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ബിസിനസ് കാര്യത്തിന് പോയതാടാ. ഭർത്താവ് എവിടെ പോയാൽ എന്താ? പോ, അകത്ത് പോ. വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കേ, റൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. ജില്ലെன்று കാറ്റ് വന്നത്. What a shame, yeah. എന്താ നിങ്ങളിട്ട ഗെയിമും ഞങ്ങളിട്ട ഷെയിമും ആണോ? പോടി പോ. ആബ്സ്. ഹായ്. ക്യാച്ച് ഇറ്റ് യാ. Come on, zip zap zoom. Look at this car. This is Ranagopal's car.
എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയില്ലോ? ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ടാ അവർ ഓടുന്നത്. ആ നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. റേസ് ട്രാക്കിൽ ഒരു സ്മോൾ എലി. അതൊക്കെ പോട്ടെ. ഈ പെട്ടെന്ന് പേടിയില്ലാതെ പോകുന്നു. ഇതിലും വലിയ പെരിച്ചായി അവള് കണ്ടിട്ടുണ്ട്. Hey, look, what a funny vehicle. എന്താ സാർ ഈ തകരഡപ്പ മൂടി വെച്ചാണോ ഓടിക്കുന്നേ? അളിയാ, ഇവൻ കഴിഞ്ഞ റേസിൽ ഓടിച്ച് ജയിച്ചവനാ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസിൽ മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? ഏയ് അവൻ പറയുന്നില്ല എന്താ തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത്? സാർ, ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ. ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും ഏത് ജയിക്കുമെന്നും. Hey, ട്രാക്കിലേക്ക് വാടാ. I will finish you. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു സാർ. സാർ, വേണു എന്റെ ഫ്രണ്ടാ. ഈ 100 വാങ്ങിട്ട് അവന്റെ പേര്. വേണു യെസ്. വാടി വാടാ വാടാ വാടാ. ജയിക്കുമെന്ന്. റേസിൽ തന്നെ നമ്പർ 1 ആയി വന്ന് ബമ്പർ പ്രൈസ് അടിക്കാൻ പോകുവാടാ നമ്മളെ വേണു. സാറേ, ബമ്പർ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ബമ്പർ പോയല്ലോ. ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ ഒരെണ്ണം വാങ്ങാൻ പറഞ്ഞ കേക്കില്ലടാ. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ, ഉറപ്പായും. പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. എന്താടാ പോടാ പോടാ പോടാ. എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. സാറേ, ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ. എന്താ ഓരോരോ പാർട്സായി താഴെ വീഴുന്നേ? അത് ഈ കാറിന്റെ പ്ലസ് പോയിന്റാ. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക് അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ.
സാറേ, അടിപൊളി സാറേ, കലക്കി. ആ. സാർ ഹെൽമെറ്റ്, സാർ ഹെൽമെറ്റ്, ഹെൽമെറ്റ് സാർ. എന്താടാ ഞാൻ തോറ്റു പോന്ന് കരുതിയോ? ഏയ് ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ വെറും വേണു ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന് പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്ക്, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് പുറകിൽ നിന്ന് ഫയർ വന്നാ മൂലം പൊള്ളും.